ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ സിനിമയുടെ പൂജയുടെ മുഹൂർത്തം വിവാഹത്തിന്റെ അതേ മുഹൂർത്തമായിരുന്നു. എന്നിട്ട് എങ്ങനെയാണ് രണ്ടിടത്തും ഒരുപോലെ പ്രത്യക്ഷപ്പെട്ടത്? പറ. മൃതദേഹത്തിന് അടുത്തുനിന്ന് കിട്ടിയ ഈ സ്വിച്ച് ഓഫ് ചെയ്ത മൊബൈൽ ഒരൊറ്റ തവണ മാത്രമാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുവഴിയാണ് ഞങ്ങൾ കണ്ടെത്തുന്നതും ഇയാളിലേക്ക് ഞങ്ങൾ എത്തുന്നതും. മരണം നടന്നു എന്ന് പറഞ്ഞതിന് ശേഷം പ്രിയങ്കയുടെ മൊബൈലിലേക്ക് ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട്. മിസ് കോളുകൾ പരിശോധിച്ചാൽ അത് കോടതിക്ക് കാണാൻ പറ്റും. അതിൽ രാധിക തുടർച്ചയായി വിളിച്ചിട്ടുണ്ട്, വരുൺ വിളിച്ചിട്ടുണ്ട്, പ്രിയങ്കയുടെ മുത്തശ്ശി വിളിച്ചിട്ടുണ്ട്, പ്രിയങ്കയുടെ അമ്മ യശോദ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട സിഐയുടെയോ ഒരു പോലീസ് സ്റ്റേഷന്റെയോ ഒരു മിസ് കോൾ പോലും ആ കോൾ ഹിസ്റ്ററിയിലില്ല. സ്വാഭാവികമായും ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം വീണ്ടും നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബോധപൂർവം മറന്നു. പ്രിയങ്ക ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ ഒരു തെളിവായി കോടതിയുടെ മുമ്പിൽ എത്തിയ നിലയ്ക്ക് അതിനെ കേന്ദ്രീകരിച്ച് ഞങ്ങൾ നടത്തിയ നിയമപരമായ ഒരു അന്വേഷണം കോടതിയുടെ മുമ്പിൽ നിരത്തുന്നു. പ്രിയങ്കയുടെ ഫോൺ ലഭിച്ചതോ ഇദ്ദേഹത്തെ കണ്ടെത്തിയതോ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിച്ചാൽ അദ്ദേഹം അത് നേരായ രീതിയിൽ കൈകാര്യം ചെയ്യില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം SP ആർ രാജീവിന്റെ സഹായം ഞങ്ങൾ തേടിയിരുന്നു. അതനുസരിച്ച് പ്രിയങ്കയുടെ കോൾ ഹിസ്റ്ററി ഞങ്ങൾ പരിശോധിക്കുകയും തട്ടിക്കൊണ്ടുപോകലിന് മിനിറ്റുകൾക്ക് മുൻപ് അതിനുശേഷം പ്രിയങ്കയുടെ ഫോണിലേക്ക് ഏറ്റവും കൂടുതൽ വിളിച്ച നമ്പറുകൾ ടാർഗറ്റ് ചെയ്തു. ഈ കേസിലെ നിർണായകമായ തെളിവിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുകയായിരുന്നു. അത് ഒരു ക്രിമിനൽ സംഘമായിരുന്നു. അവരെ കോടതിയിൽ ഹാജരാക്കാൻ കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ഈ നിൽക്കുന്നവർ അറിയപ്പെടുന്ന കുറ്റവാളികളാണ്, ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളവരാണ്. ഇതിൽ ഒരാളുടെ ഫോണിലേക്ക്, ഈ നിൽക്കുന്ന അജയൻ എന്ന ആളുടെ ഫോണിലേക്ക് പ്രിയങ്കയുടെ വിളി നിരന്തരം ഉണ്ടായിരുന്നു. ഇയാൾ തിരിച്ചും വിളിച്ചിരുന്നു. പ്രിയങ്കയെ മുഖം മൂടിയിട്ട ആളുകൾ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് രാത്രി 12:12 12:12 12:13 ഇയാളുടെ ഫോണിൽ നിന്നും പ്രിയങ്കയ്ക്ക് കോൾ ഉണ്ടായിരുന്നു. ഈ പ്രതികൾ SP സാറിന്റെ മുന്നിൽ കുറ്റം സമ്മതിച്ചതുമാണ്. ഇനി അവർ നേരിട്ട് പറയും. പറയൂ. വീട്ടിൽ നിന്ന് അവരെ തട്ടിക്കൊണ്ടുപോകാൻ അവര് തന്നെ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾക്ക് പണവും തന്നിരുന്നു. എന്നിട്ട് നിങ്ങൾ അവരെ കൊന്നോ? അയ്യോ സാറേ, കൊന്നൊന്നുമില്ല. അവരേതോ സിനിമയിൽ അഭിനയിക്കാൻ പോണെന്നാ ഞങ്ങളോട് പറഞ്ഞു. വഴിയിൽ വെച്ച് ഞങ്ങൾക്ക് കാശം തന്നു. വണ്ടി ഒന്ന് ഇറങ്ങുകയും ചെയ്തു.
ബാക്കി എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്കറിയില്ല. യുവർ ഓണർ, ഇക്കാര്യത്തിൽ ചില സംശയങ്ങൾ ചിലർക്ക് ബാക്കി നിൽക്കുന്നുണ്ടാവും. അതൊന്ന് മാറ്റുവാൻ വേണ്ടി പ്രിയങ്കയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രിയങ്കയുടെ മുത്തശ്ശിയെ ചോദ്യം ചെയ്യാൻ അനുവദിക്കണം. അവർ കോടതിയിലുണ്ടല്ലോ അല്ലേ? യെസ് യുവർ ഓണർ. പ്രൊസീഡ്. പ്രിയങ്കയുടെയും വരുണിന്റെയും വിവാഹ ദിവസം പ്രിയങ്ക എവിടെയായിരുന്നു? ഞാൻ ചോദിക്കുന്നത് വിവാഹ മുഹൂർത്തത്തിൽ, വരുൺ താലി കെട്ടിയ മുഹൂർത്തത്തിൽ പ്രിയങ്ക കതിർമണ്ഡപത്തിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അന്നേ ദിവസം പ്രിയങ്ക ഒരു സിനിമയുടെ പൂജയിൽ പങ്കെടുത്തിരുന്നു. നിങ്ങളുടെ അറിവോടെ. ആ, ആ സിനിമയുടെ പൂജയുടെ മുഹൂർത്തം വിവാഹത്തിന്റെ അതേ മുഹൂർത്തമായിരുന്നു. എന്നിട്ട് എങ്ങനെയാണ് രണ്ടിടത്തും ഒരുപോലെ പ്രത്യക്ഷപ്പെട്ടത്? പറ.